ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ്. അപ്പോൾ അത് റെഗുലർ മത്തിക്കറി അല്ല, ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കുളമ്പ് മോഡലിലുള്ള ഒരു കറിയാണ്. പക്ഷെ ഇത് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഇത് ഈ ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ വായിൽ നിന്നൊക്കെ വെള്ളം വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ കേരള ലഞ്ച് മെനൂസിനും മീൻ കറി റെസിപ്പീസിനുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാ മൺഡേ ആൻഡ് ഫ്രൈഡേ ഞാൻ 7:30-ക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിനൊരു പാന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഉലുവയും കുരുമുളകും ഇട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ മെല്ലെ ഇളക്കി ഇത് കുറച്ച് മെനക്കെടുള്ള പണിയാണ്. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ മെനക്കെടുള്ള പണി. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് സെയിം പാനിൽ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അഗൈൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണം. ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ബേസിക്കലി വേണ്ടത്. അപ്പോൾ ചെറിയ തീയിലിടാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുളക് പൊടിയുടെ മിശ്രിതം നമുക്ക് തേങ്ങ വറുത്ത് വെച്ചതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണം അരയ്ക്കാൻ. ഇനി ഒരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കളറൊന്നും മാറണ്ട, ലൈറ്റായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി തക്കാളിനെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ തേങ്ങ വറുത്തതും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി എടുത്തതും രണ്ടും കൂടി മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സ്റ്റേജിൽ. ഇനി ഇതൊന്ന് നന്നായിട്ട് കളിച്ച് വരും. ഒരു നല്ല തിള വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീനിന്റെ കഷ്ണങ്ങൾ ഇടാം. അപ്പൊ ഈ കേസിൽ ഞാൻ മത്തിയാണ് ഇടുന്നത്. ഏത് ദശയുള്ള മീനിട്ടാലും ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ മീനിങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മീൻ നന്നായി വെന്ത് വരുന്നവരെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പൊ അത് കുറുകി കളറൊക്കെ മാറി മീനൊക്കെ കുക്കാവും. ഒരു 10-15 മിനിറ്റ് മതിയാവും ഇത് ആവാനായിട്ട്. അതിനുശേഷം ഇത് നമ്മൾ അടച്ചു വെക്കുക. ഊണ് വയ്ക്കാൻ നേരത്ത് വിളമ്പുക. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.